ഞാൻ വളരെ എത്ര പേർക്ക് അറിയാവുന്നറിയില്ല, ഞാൻ വളരെ വൈകി എഴുതി തുടങ്ങിയ ഒരാളാണ്. 1982 മാതൃഭൂമിയുടെ ചെറുകഥാ മത്സരത്തിൽ മികച്ച കഥയ്ക്ക് സമ്മാനം കിട്ടിയതിന് ശേഷം 30 വർഷത്തോളം പിന്നെ എഴുതിയില്ല. സാധാരണ എല്ലാവരും എഴുതി പുരസ്കാരം കിട്ടിക്കഴിയുമ്പോൾ എഴുത്തിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ വളരെ ഭ്രാന്ത് പിടിച്ചൊരു വായനക്കാരനായിരുന്നു. ആ കാലത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാടും NS മാധവനും ഒക്കെ ഇങ്ങനെ തിളങ്ങി കത്തി നിൽക്കുന്ന സമയമാണ്. ക്യാമ്പസിലൊക്കെ ഇവർ വലിയ തരംഗമായിരുന്നു. അത് കഴിഞ്ഞ് കടമ്പനിട്ട വന്നു, മധുസൂദനൻ നായർ സാർ വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വായനയുടെ ഒരു ലഹരിയിൽ നമ്മളിങ്ങനെ ഭ്രാന്ത് പിടിച്ചു വന്നു. തിരുവനന്തപുരത്തൊക്കെ ഞാനൊരു തിരുവനന്തപുരത്ത് 3.5 വർഷം പഠിച്ചതാണ്. അതൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണോ പുസ്തകം വാങ്ങിക്കണോ എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പമാണ്. വീട്ടിൽ നിന്ന് കിട്ടുന്ന എണ്ണിച്ചുട്ടപ്പം പോലുള്ള പൈസയേ ഉള്ളൂ. രാവും പകലും എന്നുള്ള എമ്മുകുന്നൻ്റെ പുസ്തകം കടയിരിക്കുന്നത് കണ്ടിട്ട് അന്ന് 22 രൂപയാണ് പുസ്തകത്തിന്. ഒരു നേരത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ആ പുസ്തകം വാങ്ങിച്ച അങ്ങനെ എത്രയോ സംഭവങ്ങൾ. പക്ഷേ ഈ വായന എന്നെ ഒരു പരിധി വരെ എഴുത്തിൽ നിന്ന് പുറകോട്ട് വലിച്ചു. ശരിക്കും വായിക്കുന്നവരോടും എഴുതാൻ ആഗ്രഹിക്കുന്നവരോടും ഒരിക്കലും ആരും പറയാൻ പാടില്ലാത്തതായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തിരിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം ഭയങ്കരമായി വായന നശിപ്പിച്ചു കളഞ്ഞു. നമുക്കിതുപോലെ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാശയം അതിഗംഭീരമായിട്ട് വേറൊരു പുസ്തകത്തിൽ കാണുക. അപ്പോൾ നമ്മുടെ എഴുത്തിൻ്റെ ഒരു ആത്മവിശ്വാസം പതുക്കെ അങ്ങനെ പലപ്പോഴും പല ആൾക്കാരും നിരൂപകരായി മാറുന്നതും അങ്ങനെ. എഴുത്തിൽ നിന്ന് പരാജയപ്പെട്ട് കഴിയുമ്പോൾ പതുക്കെ വിമർശനത്തിലേക്ക് പോകും. പിന്നെ അത് അടുത്തൊരു ഘട്ടത്തിൽ നിരൂപകം എന്നുള്ളൊരു പദവിയാവും. പിന്നെ എല്ലാവരെയും വെറുപ്പിക്കലാവും. അപ്പം നമ്മൾ അതിൽ നിന്ന് അതിജീവിക്കുക എന്ന് പറയുന്നത് ഇത് എല്ലാ എഴുത്തുകാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ MP നാരായണപിള്ള സാറൊക്കെ, പുള്ളി വളരെ കുറച്ച് കഥകൾ എഴുതിയിട്ടുള്ളൂ. പുള്ളി കഥ എഴുതിനെ വലിയ ഗൗരവമായി കണ്ട ഒരാളല്ല. പുള്ളി പറഞ്ഞിട്ടുണ്ട്, കഥ എഴുതുക എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ്. അപ്പോൾ പുള്ളി ഡൽഹി താമസിച്ചിരുന്ന കാലത്ത് ഗോവി വിജയൻ അവിടെ കഥാകൃത്താണ്, എമ്മുകുന്നൻ കഥാകൃത്താണ്, സക്കറിയ കഥാകൃത്താണ്, സേതു കഥാകൃത്താണ്. ഇവരെല്ലാം അടുത്തടുത്തുള്ള കേരള ക്ലബ്ബിൽ സജീവമായി വൈകുന്നേരങ്ങൾ വരികയും കഥ വായിക്കുകയും ചെയ്യുന്നുണ്ട്. കാക്കനാടനുണ്ട്. അപ്പോൾ നാരായണപിള്ളയ്ക്കും കഥ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളി പക്ഷേ കഥാകൃത്തല്ല, അന്നൊരു കഥ എഴുതിയിട്ടില്ല. അപ്പോൾ മാതൃഭൂമിയിൽ നിന്നൊക്കെ പുള്ളിക്ക് കാക്കനാടിനൊക്കെ കത്തുകൾ വരുന്നു, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നു, കഥ പ്രസിദ്ധീകരിച്ച് അനുമോദന കത്തുകൾ വരുന്നു. അപ്പോൾ എങ്ങനെ കഥ എഴുതണം എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളി ചെയ്തത് ഡൽഹിയിലെ ഫുട്പാത്തിൽ ചെന്ന് പഴയ 6 മാസത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വാങ്ങിച്ചു. എന്നിട്ട് അത് വായിച്ച് 6 മാസത്തെ കഥകൾ എങ്ങനെയുണ്ട് എന്ന് നോക്കി. എന്നിട്ട് പുള്ളി അതിനെ അനുകരിച്ച് ഒരു കഥ എഴുതി. അപ്പോൾ അന്ന് അക്കാലത്ത് പുള്ളിയുടെ ഒരു അമ്മാവൻ, മുരുകൻ എന്നാണ് പുള്ളിയുടെ പേര്, പുള്ളി ഒരു വലിയ കള്ളനായിരുന്നു. ആ കള്ളനെ പറ്റിയാണ് പുള്ളിയെ കഥ എഴുതുന്നത്. കിണ്ടികെട്ട കള്ളൻ എന്ന് പറയുന്നതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ കഥ. അപ്പോൾ പുള്ളി പറയുന്നത് ഏത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി എഴുതണോ ആ പ്രസിദ്ധീകരണത്തിൻ്റെ 6 മാസത്തെ ലക്കം വായിച്ചാൽ മതി. അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം പത്രാധിപരുടെ ടേസ്റ്റാണല്ലോ പ്രസിദ്ധീകരണമായി മാറുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരും കള്ളം പറയാറുണ്ട്, വായനക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയല്ല, അവിടെ ഇരിക്കുന്ന ഒരാളുടെ ടേസ്റ്റ് അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ MD വാസുദേവൻ നായർ സാറിനെ പോലുള്ള ആളെ ആദരിക്കുന്നത്. അദ്ദേഹം എഴുതിയ നോവലുകൾ നമുക്കറിയാവുന്ന പ്രമേയ പരിസരങ്ങളും വിഷയങ്ങളും കുടുംബം നാലുകെട്ടും ഒക്കെ. പക്ഷേ പുള്ളി പത്രാധിപരായിരുന്ന സമയത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖസാക്കിൻ്റെ ഇതിഹാസം വന്നു, NS മാധവൻ്റെ നോവൽ വന്നു, എത്ര മികച്ച നോവലുകൾ, പാണ്ഡവപുരം വന്നു. അതൊന്നും MD വാസുദേവൻ നായർ സാറിൻ്റെ എഴുത്ത് രീതിയോടോ പ്രമേയങ്ങളോടോ ഒന്നും ചേർന്ന് പോകുന്നതല്ല. പക്ഷേ ഒരു മികച്ച കഥ, ഭാവിയിലെ മലയാളത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഒരു ചൂണ്ടുപലകയായി തീരാവുന്ന ഒരു പ്രമേയം, ഒരു പുതിയ എഴുത്തുകാരൻ, ഒരു തീയ്, അതൊക്കെ പുള്ളിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള അങ്ങനത്തെ ഒരു പത്രാധിപന്മാരൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു പരാജയം. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വെച്ചൊന്നുമില്ല. അപ്പോൾ പൂനത്തിൽ കുഞ്ഞബ്ദുള്ള ഡോക്ടർ MBBS പഠിക്കാൻ വേണ്ടി അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നൊരു കഥയെ പറ്റി പൂനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ആത്മകഥയ്ക്കകത്ത്. അപ്പം അന്ന് അലിഗഡിലൊക്കെ അഡ്മിഷൻ കിട്ടുക, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് വളരെ പ്രയാസമാണ്. അന്ന് അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ പുള്ളി അന്ന് കഥ എഴുതി തുടങ്ങുന്ന സമയമാണ്. MDയോട് ഒന്ന് ചോദിച്ചു, ഞാൻ ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, എഴുതണോ അതോ അവിടെ ഡോക്ടറാകാൻ പോകണോ, പഠിക്കാൻ പോകണോ? അപ്പോൾ MD പറഞ്ഞു, നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കാൻ പോകണം, ഡോക്ടറാകണം. തിരിച്ചു വരുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു കഥയുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുത്ത് തന്നിരിക്കും. അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന എഴുത്തുകാരിപ്പോൾ ഇല്ല. എൻ്റെ തലമുറയൊക്കെ വന്നപ്പോഴത്തേക്ക് ഗുരുസ്ഥാനീയരാരും ഇല്ല. എല്ലാം നമ്മളൊക്കെ പഴയ ചില കഥകൾ നോക്കി, അല്ലെ ചില വാർപ്പ് മാതൃകകൾ നോക്കിയൊക്കെ ആകാൻ ശ്രമിക്കുന്നവരോ അല്ലെ ആകാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരോ ഒക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനങ്ങനെ എഴുത്തിൻ്റെ വായനയുടെ ഒരു ലഹരിയിൽ കുടുങ്ങി എഴുത്ത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ പത്രത്തിലായി. ആദ്യം ദീപിക പത്രത്തിലായിരുന്നു, പിന്നെ മനോരമയിൽ വന്നു. ഒരു 14 വർഷം മുമ്പ് എനിക്ക് കൈക്കൊരു ചെറിയ മരവിപ്പ് വന്ന് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ അവിടെ വെച്ച് മറ്റൊന്നും ചെയ്യാനില്ലാഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു കഥ എഴുതാമെന്ന് വിചാരിച്ചു. അത് ദൈവമരത്തിലെ ഇല എന്ന് പറയുന്ന കഥയാണ്. അത് ഭാഷാഭൂഷണിയിൽ അച്ചടിച്ചു വന്നു. അപ്പോൾ അത് വായിച്ചിട്ട് കുറേ പേരുടെയൊക്കെ ഇതുവരെ എവിടെയായിരുന്നു, എന്താ കഥ എഴുതാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് വളരെയധികം അനുമോദന കത്തുകൾ വന്നപ്പോൾ ഞാൻ അടുത്ത കഥ എഴുതി, ദൈവവിചാരം.
അതും ഭാഷാഭൂഷണം വന്നു. ആ കഥ അന്ന് മലയാളത്തിലെ കഴിഞ്ഞ 10 വർഷങ്ങളിലെ മികച്ച കഥ എന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കുറേ നിരൂപകർ. അപ്പോൾ അതോടുകൂടിയാണ് നമ്മൾ കഥയിലേക്ക് വീണ്ടും നമുക്ക് വരാമല്ലോ എന്നൊരു ആത്മധൈര്യം വരുന്നത്. അപ്പോൾ എൻ്റെ അന്ന് KC നാരായണ സാർ എന്ന ഭാഷാഭൂഷൺ എഡിറ്റർ ഇൻ ചാർജാണ്. അദ്ദേഹം എൻ്റെ പറഞ്ഞാൽ കഥ എഴുതുന്ന മലയാളത്തിൽ 100 പേരുണ്ട്. മലയാളത്തിൽ ആകെ 5 8 10 വാരികകളുണ്ട്. അത് ശ്രദ്ധ പിടിച്ച് പറ്റുന്ന വാരികൾ വളരെ കുറവാണ്. അതുകൊണ്ട് നീ നോവലിലേക്ക് പോകും, നോവലിൽ നിന്ന് കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോവലിനെ പറ്റി ആലോചിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ എഴുതി മനസ്സിൽ മായ്ച്ചു കളഞ്ഞ 1000 പ്രമേയങ്ങളുണ്ട്. അതിലൊരെണ്ണത്തിൽ പിടിക്കാം എന്ന് വിചാരിച്ച് 2013 ഒറ്റ ഇരിപ്പിന് ആദ്യം എഴുതിയ പുസ്തകമാണ് തമോവേദം. തമോവേദം ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനെ പറ്റിയുള്ള വൃത്തികെട്ട ഭാഷയിൽ എഴുതിയ ഒരു വൃത്തികെട്ട പുസ്തകമാണ്. പക്ഷേ അത് വളരെയധികം ക്രാഫ്റ്റ് പരമായിട്ട് എനിക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ നേടുന്നൊരു പുസ്തകമാണ്. ഭാഷാപരമായ കുറേ പരീക്ഷണങ്ങളുണ്ട്. ആ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ആദ്യത്തെ പതിപ്പ് തന്നെ DC 3000 കോപ്പിയാണ് ഇറക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അതുപോലൊരു പുസ്തകം ഉടനെ ആവശ്യം വന്നു. അവർ തന്നെ ഡിമാൻഡ് ചെയ്തു. അങ്ങനെ പ്രാണസഞ്ചാരം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി, നോവൽ എഴുതി. അത് ശരിക്കും പറഞ്ഞാൽ തമോവേദത്തിൻ്റെ ഒരു തുടർച്ചയെന്ന് വേണേൽ പറയാവുന്ന. അതിന് തോപ്പിൽ രവി അവാർഡ് കിട്ടി. അപ്പോൾ നമ്മൾ എഴുത്തുകാരനെ സംബന്ധിച്ചോളം നമ്മൾ ആ രണ്ടാമത്തെ പുസ്തകത്തിന് തന്നെ ഒരു പുരസ്കാരം കിട്ടുന്നു. പിന്നെ ഞാൻ എഴുത്ത് നിർത്തിയിട്ടില്ല. എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ എല്ലാ നോവൽ ഫാക്ടറി എന്ന് വിളിച്ച് കളിയാക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ 2013 ശേഷം ഇതുവരെ 26 പുസ്തകം ഇറങ്ങി. ഈ മാസം 2 നോവലുകൾ ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അത് ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാതിരിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സത്യം എന്ന് പറയുന്ന നോവലാണ് നമ്മളിവിടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സത്യം എന്ന നോവൽ എല്ലാവരും പറയേണ്ട എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ ആവേശം കൊണ്ടും ഉൾപ്രേരണ കൊണ്ടും വിഷയങ്ങൾ ഒരുപാട് ചിന്തിച്ചു അങ്ങനെയൊന്നുമല്ല ഞാൻ പലപ്പോഴും എഴുതാറുള്ളത്. ചില പ്രമേയങ്ങൾ വീണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മേജർ രാധാകൃഷ്ണൻ്റെ ഒരു കഥയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു പഴുതാരെ എങ്ങനെ കൊല്ലാം. വായിച്ചിട്ടുണ്ടോ? അത് ഒരു കഥ അല്ല, പഴയ കാലങ്ങളിലെ കഥാപരിസരങ്ങളിൽ നിന്ന് 80കളിലെ ഒരു കഥ എങ്ങനെ മാറി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒരു കഥാകാരൻ്റെ കഥയെ കണ്ടെത്തുന്ന വിധം. ഒരു ഫ്ലാറ്റിൽ വളരെ വൃത്തിമാനായ മനുഷ്യനും, അയാൾ എല്ലാത്തിലും ഭയങ്കര വൃത്തിയാണ്. വെള്ള പെയിൻറ്റ്, വെള്ള തിരശ്ശീല, വെള്ളത്തൂവാല. അപ്പോൾ അയാളുടെ വളരെ വൃത്തിയുള്ള ഫ്ലാറ്റിൽ ഒരു ദിവസം അയാൾ നിരത്തി വെച്ചേക്കുന്ന പൂച്ചട്ടികൾ, അത് നിറയെ റോസാപ്പൂക്കളാണ്. ആ പൂക്കളൊരു പഴുതാരി ഇരിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് പഴുതാരെ കൊല്ലണം. എങ്ങനെ കൊല്ലും? എങ്ങനെ കൊന്നാലും അയാളെ തറ വൃത്തികേടാവും, അല്ല ചെടി നശിച്ചു പോകും. അപ്പോൾ പുള്ളിയുടെ ഒരു നോവലെറ്റ് മൊത്തം ഇതിൻ്റെ ഈ മരണത്തെപ്പറ്റിയുള്ള പലതരം സാധ്യതകളാണ്. അതിനകത്ത് വൃത്തി വരുന്നുണ്ട്, ജീവിതം വരുന്നുണ്ട്. ഞാൻ അതുപോലെ അടുത്ത കാലത്ത് വായിച്ചൊരു കഥയാണ് ഹരീഷിൻ്റെ ചൂണ്ടക്കാരൻ. ഒരു ചൂണ്ടയിടാൻ പോകുന്ന, അത് ഈ അടുത്ത കാലത്ത് വന്ന ചൂണ്ടയിടാൻ പോകുന്നൊരു മനുഷ്യൻ മലർപ്പടിക്കാരൻ്റെ സ്വപ്നത്തിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം അവസാനം ഈ പഴുതാരയ്ക്ക് കൊടുക്കുന്നത് വളരെ അന്തസ്സുള്ളൊരു മരണമാണ്. സ്പ്രേ അടിക്കുക, പൂവേൽ സ്പ്രേ അടിച്ചിട്ട് ഈ പഴുതാരയുടെ മേത്ത് സ്പ്രേ അടിച്ച് പഴുതാര അവിടെ നിന്ന് ഉണങ്ങി ചത്തുപോകും. അപ്പോൾ പൂവ് നശിക്കുന്നില്ല, ചെടിയും നശിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് നമ്മുടെ കഥയെ പെട്ടെന്ന് നമ്മൾ MD വായിക്കുന്നു, മുകുന്ദൻ വായിക്കുന്നു, അവൻ OV വിജയൻ വായിക്കുന്നു, അതിനിടയ്ക്കൊന്നൊരു മാറ്റമാണ്. ഇങ്ങനെ കഥ എഴുതാൻ ഒക്കുമല്ലോ എന്ന് നമ്മുടെ തിരിച്ചറിവാണ്. എന്തും കഥയാകുന്നു, എന്തും കഥയാക്കാം എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നതാണ്. ആ ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടാവും. ഈ സത്യം എന്ന് പറയുന്ന പുസ്തകം എന്തൊക്കെ എഴുതണമെന്ന് ഇവിടുന്ന് നൗഷാദ് വിളിച്ച് സത്യൻ്റെ നോവൽ സിനിമയാക്കിക്കൂടെ, ഒരു സ്ക്രിപ്റ്റ് നോവലാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം വിട്ടു. കാരണം സത്യൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കത്ര പരിചയമില്ല. അപ്പോൾ നൗഷാദ് അങ്ങനെ ചോദിക്കാൻ 2 കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന. ഒന്ന്, ഞാൻ 2016 മറപൊരുൾ എന്ന് പറഞ്ഞ നോവൽ എഴുതിയിരുന്നു. അത് ശങ്കരാചാര്യരുടെ ജീവിതമായിരുന്നു. ആവശ്യപ്പെട്ട് എഴുതിയതല്ല, ഞാനിതുപോലൊരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതാൻ ആലോചിച്ചു. ഒരു ആത്മീയതയിലെ ഒരു വിഷയം മലയാളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു, ആത്മീയ പുസ്തകങ്ങൾ നന്നായിട്ട് പോകുന്നു, ഇപ്പോൾ ഒരു പുസ്തകം എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യരെ പറ്റി കാര്യമായ ഒരു വിവരങ്ങളും ഇവിടെ ഇല്ല. എത്ര ശങ്കരാചാര്യരുണ്ട്, ശങ്കരാചാര്യ കാരളിയിൽ നിന്നാണ് പോയി. ഇപ്പോൾ തൃശ്ശൂർ തന്നെ ശങ്കരാചാര്യരുടെ സമാധി ഉണ്ടാക്കിയിട്ടുണ്ട്. ശങ്കരാചാര്യ ബദരീനാഥിലാണ് മരിക്കുന്നതെന്നും വേറെ കഥയുണ്ട്. അപ്പോൾ എല്ലാത്തിനും ആശയക്കുഴപ്പങ്ങളാണ്. അത് വിദേശികളുടെ ഇംഗ്ലീഷുകാരുടെ ഒക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവരെല്ലാം ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കും. മലയാളത്തിൽ അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഐതിഹ്യമാരെ പോലും നാട്ടിൽ പറഞ്ഞു കേട്ട കഥകൾ അവതരിപ്പിക്കുന്നതല്ലാതെ എവിടെ എന്ന് നടന്നു എന്ന് കൃത്യമായി ഒരിടത്തും ഒരടയാളവുമില്ല. അതിപ്പോഴും ഇല്ല, നമ്മൾ ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. നമ്മളൊരു 10 വർഷം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ സ്റ്റേജിൽ പറഞ്ഞതാണോ അഭിമുഖത്തിൽ പറഞ്ഞതാണോ അത് തിരിച്ചറിയണം എന്നുള്ളതാണ് പ്രധാനം. അത് വിദേശങ്ങളിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ശങ്കരാചാര്യരുടെ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പലയിടത്ത് പോയി പുസ്തകങ്ങൾ വായിച്ചു. അതിൻ്റെ വേദാന്തമാണ് അദ്ദേഹത്തിൻ്റെ വിഷയം, ആത്മീയതയാണ് പുള്ളി പറയുന്നത്. അതേസമയം പുള്ളി ജീവിതത്തിൽ ആത്മീയതയ്ക്കപ്പം കുടുംബജീവിതം കൂടെ നയിച്ച് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. പക്ഷേ ഇത് വായിപ്പിക്കണം. ആത്മീയത മനുഷ്യൻ പെട്ടെന്ന് ചെടിക്കും. അപ്പോൾ അതിനിടയ്ക്ക് കഥകളും ഉപകഥകളും മിസ്റ്റിക് സാധനങ്ങളും ഒക്കെ വെച്ച് ആ പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതി കഴിഞ്ഞ് അത് നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും മറ്റൊരു ചെറുകഥ എഴുതാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു പ്രമേയം കൈകാര്യം ചെയ്യാൻ ഒക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിനകത്ത് ഉപയോഗിച്ചേക്കുന്ന എല്ലാം ഭാഷ ആ രീതിയിലാണ്. പഴയ കാലത്തെ 16ാം നൂറ്റാണ്ടിലെ ഭാഷ, അന്നൊക്കെ പുറത്തേക്ക് നോക്കുമ്പം ഇലക്ട്രിക് ലൈറ്റും വൈദ്യുതി വെളിച്ചവും ഫാനും കാറ്റും ഒന്നുമില്ല. അപ്പം നമ്മൾ അന്നത്തെ ചന്ദനം മണക്കുന്ന കാറ്റും രാമച്ചും അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചേക്കുന്നത്. അപ്പം പുതിയൊരു കാലത്തെ ഭാഷയിലേക്ക് വരാൻ ഒക്കുന്നില്ല. ആ മിസ്റ്റിക് ഭാഷ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ഞാനത് വളരെ
ബുദ്ധിമുട്ടി എഴുതാനൊക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഒരാകൃത്തെ ഉപദേശിച്ചു, നീ ഇത് മുതലാക്കി ഒരു എണ്ണം കൂടെ എഴുതാൻ. അങ്ങനെ ഞാനൊരു പുരാണം കഥ, കലിഭാഗം എന്ന് പറയുന്ന നോവൽ, അത് കലിയുടെ ജീവിതത്തിൻ്റെ കലിയുടെ കാഴ്ചപ്പാടിലൂടെ മറ്റേ നളദമയന്തി കഥ പറയുന്നതാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ട് എൻ്റെ കയ്യിലിരുന്ന മുഴുവൻ ഭാഷയും കുടഞ്ഞു കളഞ്ഞിട്ടാണ് പെണ്ണരശ എന്ന് പറയുന്ന നോവൽ എഴുതി. അത് നമ്മുടെ നിർഭയ കേസിൻ്റെ ഒരു സംഭവം, ഒരു അനുകരണം പോലെ ആ സംഭവത്തിൻ്റെ ഒരു കഥ പ്രമേയപരമായിട്ട്. പക്ഷേ എൻ്റെ എഴുത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു രചന തമോവേദവും ഈ പെണ്ണരശമാണെന്നാണ് നമ്മുടെ പൊതു വായനക്കാർ പറയുന്നത്. പിന്നീട് ഇതുപോലൊരു ജീവചരിത്രം എഴുതിയതാണ് കുഞ്ഞാലിത്തിര. അത് കുഞ്ഞാലി മരക്കാർമാരുടെ ജീവിതം. അത് ഇതിനേക്കാട്ടിൽ കഷ്ടപ്പെട്ടതാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ നമുക്ക് ബ്രിട്ടീഷുകാർക്ക് കടൽ കൊള്ളക്കാരാണ്, നമുക്ക് ധീര നായകനാണ്. നമ്മളതിനെപ്പറ്റി കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ പോലും, കൊട്ടാരം മതിലകൻ രേഖകൾ പോലും കൃത്യമായ കണക്കില്ല. ഇവർക്ക് എങ്ങനെ ഉപജീവനം നടത്തി, ഇവർക്ക് എങ്ങനെ എത്ര പൈസ കൊടുത്തു, അവരിൽ നിന്ന് എത്ര വരുമാനം കിട്ടി, ഇതെല്ലാം ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ലൈബ്രറികൾ ബോംബെയിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെ പോയി സംഘടിപ്പിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറേ മെറ്റീരിയൽ സംഘടിപ്പിച്ച് ആ പുസ്തകം എഴുതിയത്. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ആ പുസ്തകത്തിന് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇനി ആരെങ്കിലും ഈ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കൊരു ചൂണ്ടുപലകയായിട്ട് ഈ പുസ്തകം കൊടുക്കാം. സത്യനും അതുപോലെ തന്നെ. അപ്പോൾ നൗഷാദ് ഇന്ത്യയൊക്കെ വെളിച്ചത്തിലാണ് എന്നെക്കൊണ്ട് കഴിയും, എനിക്ക് ചെയ്യാനൊക്കും എന്ന് പറഞ്ഞ് ഈ പുസ്തകം എന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ ആദ്യം അത് തള്ളിക്കളഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ സത്യൻ്റെ ജീവിതം അറിഞ്ഞപ്പോൾ ഇത്രയധികം അത്ഭുതപ്പെടുന്ന ഒരു മലയാള സിനിമാ നടനില്ല, വ്യക്തിപരമായിട്ടും നടനായിട്ടും. കാരണം 40-ാം വയസ്സിൽ സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ വന്ന ഒരാളാണ് സത്യൻ. അതിനു മുമ്പ് പുള്ളി സ്കൂൾ അധ്യാപകനായിരുന്നു. കുറച്ചു കാലം പുള്ളി പാറമടയിൽ കല്ലടിക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പട്ടാളത്തിൽ പോയി. മണിപ്പൂരിലെ ബ്രിട്ടീഷുകാരുടെ ബർമ സംഘത്തിൽ പട്ടാളത്തിന് അംഗമായിട്ട് മണിപ്പൂരിലും ബർമയിലും മലേഷ്യയിലും ഒക്കെ യുദ്ധം ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കോഴിക്കോട് ആലപ്പുഴ പോലീസിൽ ചേർന്നു. അന്ന് നക്സലൈറ്റുകളെ ഒതുക്കാൻ വേണ്ടിയും കമ്മ്യൂണിസ്റ്റുകാരെ ഒതുക്കാൻ വേണ്ടി സർ CP-യുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം രഹസ്യ പോലീസായി നിയമിച്ച SI ആയിരുന്നു സത്യന്. സ്പെഷ്യൽ SI ആയിരുന്നു പുള്ളി. വേഷം മാറിയും പിന്നെ വേഷം കെട്ടിയും മീശ വെച്ചും മീശ വയ്ക്കാതെയും ഒക്കെ നടന്നാണ് ആലപ്പുഴയിലെ നമ്മുടെ പ്രസിദ്ധരായ പല ശാരംഗവാണി മുതൽ തോപ്പിൽ ഭാസ് മുതൽ പല നേതാക്കളെയും ഇടിച്ചൊതുക്കുകയും ലോക്കപ്പിലിടുകയും ഒക്കെ ചെയ്ത ഒരു ക്രൂരനായ പോലീസുകാരൻ. അതേ സത്യം തന്നെ പിന്നീട് നാടക നടനായി തിക്കുറിശ്ശിയുടെ നാടകങ്ങളിൽ അഭിനയിച്ചു. പുള്ളി അത് കഴിഞ്ഞ് സിനിമയിലേക്ക് കയറി. 40-ാമത്തെ വയസ്സിൽ ആത്മസഖി എന്നുള്ള സിനിമയ്ക്കകത്തൂടെ നായകനാകുന്നു. കഷ്ടിച്ച് 19 വർഷം 147 സിനിമ അഭിനയിച്ചു. ആ 147 7 പുള്ളിയുടെ മരണശേഷം ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമകളിലെല്ലാം പുള്ളി ഇപ്പോൾ 3 സിനിമകൾ പുള്ളി വൃദ്ധനായി വേഷം കെട്ടിട്ടുണ്ടെങ്കിൽ 3 തരം വൃദ്ധനെയാണ് അഭിനയിച്ചത്. പുള്ളി ഒരിക്കലും ഒരു സ്റ്റാർഡമിൻ്റെ ആളായിരുന്നില്ല. പുള്ളി മികച്ച അഭിനേതാവാകാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനൊരു നടൻ നമ്മുടെ അനുഭവത്തിലില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം സൂപ്പർ സ്റ്റാറായി മാറുന്ന. പിന്നെ പുള്ളിയുടെ വ്യക്തി ജീവിതം, പുള്ളിക്ക് 3 ആൺമക്കളാണുള്ളത്. 3 ആൺമക്കൾക്കും കാഴ്ചയില്ല. അപ്പോൾ പിൽക്കാലത്ത് പുള്ളി അത് തെറ്റിദ്ധരിച്ചിരുന്നത് ഈ ആലപ്പുഴയിലെ പുള്ളിയുടെ പോലീസ് പീഡനത്തിൻ്റെ ഫലമായിട്ട് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നൊക്കെ പുള്ളി തെറ്റിദ്ധരിച്ചു. ശരിക്കും പറഞ്ഞ പുള്ളി എന്താ പറയുന്നത്, മരുമകളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്, അമ്മാവൻ്റെ മകളെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അത് ജനറ്റിക്കലി ചില പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് പുള്ളി കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കുറ്റബോധം, പുള്ളി മരിക്കുമ്പോൾ പുള്ളിക്ക് 59 വയസ്സേ ഉള്ളൂ. 1971 മരിക്കുന്നത്. അന്ന് പുള്ളി മരിച്ച വർഷം 14 സിനിമകളാണ് റിലീസ് ചെയ്തത്. പ്രേംനസീറിൻ്റെ 12 പടങ്ങൾ. അപ്പോൾ അതിനേക്കാട്ടിലൊക്കെ വളരെ 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 ഉയർന്ന ലെവൽ നടൻ എന്നുള്ള നിലയ്ക്കും താരം എന്നുള്ള നിലയ്ക്കും ഉയർന്നു നിന്ന ഒരു മനുഷ്യനാണ് സത്യന്. അപ്പോൾ സത്യൻ്റെ ജീവിതം എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നാലോചിച്ച് നോക്കുമ്പോഴാണ് സത്യനെപ്പറ്റി ഈ പറയുന്ന പോലെ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് പ്രേംനസീറിൻ്റെ വിവാഹദിനം പത്രങ്ങൾ കൂടെ അനൗൺസ് ചെയ്തു. അത് എവിടെയോ ചരിത്രത്തിൽ ജനിച്ച ദിവസം വിവാഹ ദിവസവും കൃത്യമായിട്ട് ആരോ ഗവേഷണം ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ അതുപോലും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നാമതൊന്ന് പത്രങ്ങൾ അച്ചടിക്കുന്നത് സായാഹ്ന പത്രങ്ങളൊക്കെ ആയിട്ടാണ്. അല്ലെങ്കിൽ കോഴിക്കോട്ടെ വാർത്ത തിരുവനന്തപുരത്തെ എഡീഷൻ പത്രങ്ങളിൽ കിട്ടുന്നത് 3 ദിവസം കഴിഞ്ഞാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് പോസ്റ്റിൽ വരുമ്പോഴത്തേക്ക് 4 ദിവസം കഴിയും. കുമാരനാശാൻ മരിച്ച വാർത്ത പോലും ഒരാഴ്ച കഴിഞ്ഞാണ് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കാരണം അത് തിരുവിതാംകൂർ നടന്നൊരു സംഭവം കോഴിക്കോട്ടേക്ക് കിട്ടാൻ അത്രയും വൈകിപ്പോകും ആ കാലത്ത്. അപ്പോൾ അന്ന് ഇതൊന്നും അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല. പിന്നെ സത്യനെ പറ്റിയുള്ള ഏറ്റവും രസകരമായ റെഫറൻസ് കിട്ടുന്നത് P. ഭാസ്കരൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ, രാമു കാര്യാട്ടൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ, തോപ്പിൽ ഭാസി. പക്ഷേ അവരുടെയൊക്കെ ജീവിതം അവരുടെ ജീവിതമാണ് അവർ എഴുതുമ്പം പ്രധാനം. അതിനകത്ത് സത്യൻ ഒരു ഉപകഥാപാത്രമായിട്ട് എവിടേക്കോ വന്നു പോകുന്നു എന്നുള്ളേ ഉള്ളൂ. പക്ഷേ MD വാസുദേവൻ നായർ സാറ് ചിത്രശാലയിലെ തെരുവുകൾ എന്നുള്ളൊരു പുസ്തകത്തിനകത്ത് സത്യനെ പറ്റി ഏറ്റവും സത്യസന്ധമായ ഒരു നിരീക്ഷണം എഴുതിയിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് വളരെ മറ്റാരും എങ്ങും പറയാത്ത സത്യനാണ്. അദ്ദേഹത്തെ പുള്ളി ഒരു 2-3 നിരീക്ഷണം എന്ന് പറയുന്നുണ്ട്. ആദ്യം തന്നെ
അതുവരെയുള്ള സിനിമാ സങ്കല്പങ്ങളിൽ ആകാരവും അംഗപ്പൊരുത്തവും നിറവും ഒക്കെ ഒരു ഘടകമായിരുന്നു. സത്യൻ വന്നപ്പോൾ അതൊന്നുമല്ല. സത്യന് ഒരു അനുപാതമില്ലാത്ത ശരീരം, വലിപ്പത്തിൽ കുറവ്, കൈയുടെ വിരലുകൾക്ക് തടിപ്പ് കൂടുതൽ, നേരെ ക്യാമറയ്ക്കകത്തൂടെ കാണുന്ന ഭംഗി നമുക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നത്തില്ല. പിന്നെ തിക്കുറിശ്ശിയെക്കാട്ടിൽ അന്ന് ശരിക്കും പ്രായം ഉണ്ടായിരുന്നു. തിക്കുറിശ്ശി എന്ന മലയാളത്തിലെ പ്രമുഖ നടനായിട്ട് നിൽക്കുക. തിക്കുറിശ്ശിയെക്കാട്ടിൽ പ്രായം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ സത്യനോട് ചോദിക്കുന്നവരെല്ലാം സത്യം പറയും എനിക്ക് 37 വയസ്സേ ഉള്ളൂ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്താണെന്ന് പറയുമായിരുന്നു. പക്ഷേ പുള്ളി തിരഞ്ഞെടുത്ത് അഭിനയിച്ച വേഷങ്ങൾ തുടക്കത്തിൽ മുതൽ തന്നെ കാമുകിൻ്റെയും പിന്നെ കള്ളുകൂടിയൻ്റെയും ഒന്നും അതില്ല. പുള്ളി ചോദിച്ചു ആവശ്യപ്പെട്ടതെല്ലാം മികച്ച അഭിനേതാവാകാൻ വേണ്ട പ്രായമായവരുടെ വേഷങ്ങളാണ്. അന്ന് പ്രായമായ കൊട്ടാരക്കരെ പോലെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒന്നുണ്ട്. പക്ഷേ പുള്ളി ചോദിച്ച് ആവശ്യപ്പെട്ടതെല്ലാം പുള്ളിയുടെ അഭിനയം മികവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേഷങ്ങളായിരുന്നു. ഇപ്പോൾ ദേവരാജൻ മാഷ് മരിക്കുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് പുള്ളിയുടെ പാട്ടുകൾ പാടുന്നത് പ്രേംനസീറാണ്, പക്ഷേ ഏറ്റവും അധികം താളബോധം സത്യനാണ്. അത് 2-3 പാട്ടുകൾ ഉദാഹരിച്ച് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും തോന്നും ശരിയാണ്, സത്യം നന്നായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് സത്യൻ്റെ മകൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കണോ, കാരണം അതിന് മുമ്പ് സത്യൻ്റെ സിനിമ അനൗൺസ് ചെയ്തിരുന്നു. നമ്മുടെ ജയസൂര്യ നായകനായിട്ട് ഒരു സത്യൻ്റെ സിനിമ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ അത് നടന്നില്ല പ്രോജക്റ്റ്. പക്ഷേ ആ പ്രോജക്റ്റ് ഇപ്പോഴും ഓണാണ്. അപ്പോൾ അത് കാരണം ഞാനത് ചോദിക്കാൻ പഠിച്ചു. ഒരു ജീവിച്ചിരിക്കുമ്പോൾ മകൻ എപ്പോഴും സംശയം തോന്നാം, ഈ കഥ ഇവർ എങ്ങനെയാണ് വിൽക്കാൻ പോകുന്നത്, നമ്മളതിൻ്റെ ത്രെഡ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെ ത്രെഡ് പറയാനൊന്നുമില്ല, നമ്മളങ്ങ് എഴുതി പോവുക എന്നുള്ളതല്ലാതെ. അപ്പം ഞാൻ അതിന് ചെയ്തത്, ഞാൻ ആ സത്യൻ അഭിനയിച്ച 147 സിനിമകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുത്തു. അന്നത്തെ ദിവസങ്ങളിൽ സത്യൻ എങ്ങനെയാണ് ഒരു ദിവസത്തെ, കാരണം മദ്രാസിൽ ഭരണി സ്റ്റുഡിയോയിൽ അഭിനയിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് പിറ്റേ ദിവസം ഉദയായിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി എങ്ങനെ ജീവിതം മാനേജ് ചെയ്തു, എങ്ങനെ സഞ്ചരിച്ചു, അപ്പോൾ അതിനെ കിട്ടാനുള്ള ഉപോത്ബലകമായ വിവരങ്ങളെല്ലാം പലയിടത്തു നിന്നായി സംഘടിപ്പിച്ചിട്ടാണ് നോവൽ. അപ്പോൾ എനിക്ക് വളരെ അപൂർവമായ ഒരു സംഭവം കിട്ടി. സത്യന് നേരെ ഒരു വധശ്രമം നടന്നത്. അത് ആലപ്പുഴയിലുള്ള ഒരു കാഥികൻ, ചേർത്തല, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹം കലാകൗമുദിയിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നതാണ്, സത്യന് നേരെ പണ്ടൊരു വധശ്രമം നടന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ആലപ്പുഴ പോയി ചെന്ന് തിരക്കിയപ്പോൾ ഇത് കേട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആധികാരികമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും അങ്ങനെ പറയുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ സംഭവം തുടങ്ങുന്നത്. അതായത് സത്യൻ ഉദയ സ്റ്റുഡിയോയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത്, അതിന് മുമ്പ് സത്യൻ അവിടെ ആലപ്പുഴ പോലീസായിരുന്നല്ലോ, ഒരുപാട് പേരെ പീഡിപ്പിച്ചതാണല്ലോ. അപ്പോൾ സത്യനെ ഒളിച്ചിരുന്ന് വെട്ടാൻ CPM നേതാക്കൾ കുറേ പേര് രഹസ്യമായി നാട്ടുപേർ തീരുമാനിച്ചു. അവിടെ ഒരു സ്കൂളിൻ്റെ വാർഷികമുണ്ട്. അപ്പോൾ സത്യൻ്റെ നാട്ടുകാരനായ നെടുമങ്ങാടുകാരനായ ഒരു ഹെഡ് മാസ്റ്ററാണ് അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് സത്യൻ അവിടെ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത്. സത്യൻ അവിടെ ഒരു സ്കൂൾ വാർഷികത്തിന് വരുന്ന സമയത്ത് സ്കൂളിന് തൊട്ടടുത്തുള്ള പൊന്തക്കാടിൽ മൊത്തം ഖണ്ഡാകരണ ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ, ഞാൻ ആ അമ്പലത്തിലൊക്കെ പോയി, അവിടുത്തുകാർക്കൊന്നും ഈ കഥ അറിയില്ല, പക്ഷേ അവർക്കെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ ഒളിച്ചിരുന്നു. കാറ് വരുന്ന സമയമായപ്പോഴത്തേക്ക് 6 പേര് കത്തിയുമായിട്ട് ചാടി ഇറങ്ങി, ഡോറ് തുറന്നു. വെട്ടാൻ തുടങ്ങുന്ന സമയത്താണ് അറിയുന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്നത് KP ഉമ്മറായിരുന്നു. അപ്പോൾ അവർ വെട്ടലേ എന്ന് പറഞ്ഞു, തിരിച്ചു പോയി. അപ്പോൾ തിരിച്ച് KP ഉമ്മർ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ചു. പുള്ളി ഒരു ഉദ്ഘാടനം അന്ന് പുള്ളി KP ഉമ്മർ ഒരു നാടകത്തിൽ അഭിനയിച്ച് സിനിമയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ വേഷം കാണിച്ചിട്ടേ ഉള്ളൂ. ഉദയായിന്ന് പുള്ളി ഒരു വണ്ടിക്കകത്ത് പുള്ളിയെ സത്യൻ പറഞ്ഞു വിട്ടതാണ്, ഇങ്ങനെ ചടങ്ങുണ്ട്. അപ്പോൾ സത്യന് പോലീസുകാരനായതുകൊണ്ട് ബുദ്ധികാരൻ പുള്ളിക്ക് ഉദ്ദേശിച്ച് എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ട് പോകുമ്പോൾ അത് നല്ല ഉദ്ദേശനല്ല. പക്ഷേ ഒരു വെട്ടോ കുത്തോ ഒന്നും ആണെന്ന് പുള്ളി വിചാരിച്ചിട്ടില്ല, ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്നേ വിചാരിച്ചുള്ളൂ. അങ്ങനെ ഉമ്മറിനെ പറഞ്ഞയച്ചതാണ്. ഉമ്മർ പക്ഷേ തിരിച്ചു വന്ന് ഭയങ്കരമായി പുള്ളി പേടിച്ചു. എന്നെ കൊല്ലാൻ വേണ്ടി വിട്ടയച്ചേക്കുമായിരുന്നു, നീ ജീവിതത്തിൽ പിന്നെ അഭിനയിച്ചോ, അല്ല സിനിമയിൽ അഭിനയിച്ചോ, ജീവിതത്തിൽ അഭിനയിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി വയലൻ്റായി. എന്നിട്ട് കഥ അവിടെ സെറ്റിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ നോവൽ എഴുതുന്നതിന് ഒരു 6 മാസം മുമ്പ് ആണ് ശാരംഗവാണി മരിച്ചുപോയത്. അല്ലെങ്കിൽ നമുക്ക് ശാരംഗവാണിയിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ കിട്ടുമായിരുന്നു. അദ്ദേഹം സത്യൻ ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടിച്ച് പഴിപ്പിച്ച ഒരാളാണ്. പിൽക്കാലത്ത് സത്യന് വേണ്ടി ഒരുപാട് കഥകൾ എഴുതുകയും ചെയ്ത ആളാണ്. ശാരംഗവാണിയുടെ മകൾ ജൂല ശാരംഗവാണി പിന്നീട് അച്ഛനെ പറ്റി ഒരു പുസ്തകം എഴുതി. അപ്പോൾ അതിനകത്തൊക്കെ ഈ ഇത്തരം സംഭവങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാണ് സത്യം നോവൽ എഴുതിയത്. സത്യം നോവൽ എഴുതി കഴിഞ്ഞ് അപ്പോൾ ഞാനപ്പം നൗഷാദിനോട് ചോദിച്ചു, ഇത്രയും നല്ല വലിപ്പമാണ് പുസ്തകത്തിന്, ഇത്രയും വലിപ്പം വേണം, ഇത്രയൊക്കെ കഥ ഡീറ്റെയിൽസ് ആരെങ്കിലുമൊക്കെ വായിക്കുമോ? അപ്പോൾ പുള്ളി പറഞ്ഞു അതല്ല, താല്പര്യമുള്ളവർ ഈ പുസ്തകം വാങ്ങിക്കത്തുള്ളൂ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി, യേശുദാസ്, ദേവരാജന്, ജയചന്ദ്രന്, P. ഭാസ്കരന്, രാമു കാര്യാട്ട്, ഇങ്ങനെ മലയാളത്തിലെ ലെജൻഡുകൾ എന്ന് പറയപ്പെടാവുന്ന എല്ലാവരുടെയും തുടക്കവും തുടർച്ചയും വളർച്ചയും അതിനകത്ത് പറയുന്നുണ്ട്. അത് മറ്റൊന്നും കിട്ടത്തില്ല. ഈ മെറ്റീരിയൽ കിട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ട് ഒന്നും കളയണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പുസ്തകം ഇറങ്ങിയത്. സത്യം ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ആദ്യം വിചാരിച്ചു ചെറുപ്പക്കാരിത് വായിക്കില്ല. ആദ്യം വന്ന വിളികളൊക്കെ
സത്യനോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്നതും പരിചയമുള്ള പ്രായമായ ആൾക്കാരാണ്. പക്ഷേ അത് കഴിഞ്ഞ് ചെറുപ്പക്കാർ, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ അന്നത്തെ മലയാള സിനിമയെ പറ്റിയുടെ മേക്കിംഗ് അറിയാൻ വേണ്ടി, അന്നത്തെ മലയാള സിനിമയുടെ കഥ എങ്ങനെയാണ് പെട്ടെന്ന് രൂപപ്പെടുന്നത്, അല്ല അന്നത്തെ ക്യാമറ, ചെമ്മീൻ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, അങ്ങനെ ഒത്തിരി കൗതുകങ്ങൾ തേടിപ്പോയ ആൾക്കാരെല്ലാം ഈ പുസ്തകത്തിലേക്ക് വരികയും എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. സത്യത്തിൻ്റെ ഒരു ചുരുക്കം ഇതാണ്. ഞാൻ ഇതിനെ സ്വയം ഇങ്ങനെ സംസാരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇതിനെപ്പറ്റി പറയാം എന്നല്ലാതെ നോവലിനെ പറ്റി. കാരണം ഞാൻ ആ നോവൽ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 2-3 നോവലുകളുമായി. ഇപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊന്നും കൃത്യമായിട്ട് ഞാനങ്ങനെ ഓർത്തിരിക്കുന്നുമില്ല. പിന്നെ കഥ നിങ്ങൾക്ക് വായനക്കാരെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അത്ര വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി അറിയാം. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇതിൻ്റെ ആഖ്യാനം അതിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഇയറും ദിവസവും മാസവും വളരെ വ്യക്തമായിട്ട് അത് ശരിക്കും അത് അങ്ങനെ തന്നെയാണോ, അതോ ചിലപ്പോൾ ഒരു 10-15 ദിവസങ്ങളുടെ വ്യത്യാസം കാണും, അല്ലെങ്കിൽ മാസങ്ങൾ മാറത്തില്ല. അതീതത്തിലേക്ക് വരാം. അതീതത്തിലേക്ക് വരുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ഡബിൾ എഞ്ചിൻ എന്നാണ്. ഡബിൾ എഞ്ചിൻ എന്നൊരു സാധനം വിൽക്കുക. എനിക്ക് നമ്മളൊക്കെ അത്യാവശ്യം യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ആ ഒരു വാക്ക് നമുക്ക് പെട്ടെന്ന് ഇരുതലം മൂരിക്കാണ് സാർ ആ വാക്ക് ഉപയോഗിച്ചത്. അതുപോലെ ഒത്തിരി വാക്കുകളുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ആ ആശ്രമ അന്തരീക്ഷത്തിലേക്കാണ്. അപ്പോൾ ഞാൻ ഹിന്ദി വെബ് സീരീസ് മറ്റേ സേക്രഡ് ഗെയിംസൊക്കെ അതിൻ്റെ പെരിഫറലായിട്ട് പുറത്തുകൂടെ പറഞ്ഞു പോകുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് പോകും. സാധാരണ ഈ വെള്ളിമൂങ്ങ, ഇരുതലമുരി ഇതിനെക്കുറിച്ചൊക്കെ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം വാക്കുകൾ അത്ര പരിചിതമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വാക്ക് പോലീസുകാരുടെ ഇടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഇങ്ങനെയുള്ള ആരെങ്കിലും പരിചയം? അതൊരു രഹസ്യമാണ് പറഞ്ഞാൽ ഞാൻ വെളിപ്പെടുത്താം. അത് സ്വീകരിക്കാവുന്ന രഹസ്യമല്ല കേട്ടോ. അതായത് കൊച്ചിയിലെ ഏതെങ്കിലും ഒരു ബാറിൽ പോയി ചുമ്മാ മൂലയ്ക്ക് ഒരു ബെഗുമായിട്ടിരുന്നാൽ നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്ന ജീവിതങ്ങൾ, അതിനകത്ത് ഭയങ്കര കുറ്റവാളികൾ. ഈ 2 ബെഗ് അടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർക്കറിയത്തില്ല. നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും രഹസ്യകരമായ ജീവിതങ്ങൾ, ഈ പിന്നെ തന്ത്രിയെ കാണാൻ പോയ കഥ, ആ ഫ്ലാറ്റിൽ നിന്ന് ഓടിയ കഥ, ഇങ്ങനെ ഒരുപാട് കഥകൾ കിട്ടും. ഇങ്ങനെ ഏത് മാറിപ്പോയി സ്ഥിരമായി 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്കൊരു പത്രക്കാരൻ്റെ ചില സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ ഞാൻ റബേക്ക എന്ന് പറയുന്ന പോലെ എഴുതിയിരുന്നു. റബേക്ക നമ്മുടെ കൂടത്തായി കേസാണ്. ശരിക്കും കൂടത്തായി കേസിനെ പറ്റി സീരീസൊക്കെ ശരിയായ സംഭവം ഇതാണ്. ഇത് പറഞ്ഞാൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ ഇളവ് കിട്ടും, അവർക്ക് ഇങ്ങനൊരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പോലീസുകാർ ഈ സാധനം മൂടി വെച്ചതെന്ന് പോലീസിൻ്റെ ഉന്നത തലപ്പത്തുള്ള ഒരാൾ എനിക്ക് അത് വെച്ചിട്ടാണ് ഞാൻ ആ നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അല്ലാതെ കൂടത്തായി പോയി ഞാൻ ഈ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. നമുക്ക് വിവരങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ കിട്ടാൻ നോക്കും. പിന്നെ പത്രക്കാരന് കിട്ടാൻ നോക്കുന്ന ചില വഴികൾ കൂടുതലുണ്ടാവുമായിരിക്കും, അത്രയേ ഉള്ളൂ.